ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഇപ്പം 30,000 രൂപയ്ക്ക് താഴെ മേടിക്കാൻ പറ്റിയിട്ടുള്ള മികച്ച ഫോണുകളെ കുറിച്ചിട്ടാണ്. 25,000 രൂപയുടെയും 30,000 രൂപയുടെയും ഇടയിൽ ഓരോരോ പ്രൈസ് സെഗ്മെന്റിൽ കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള മികച്ച ഓപ്ഷൻസിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. പിന്നെ ഇതേ ടോപ്പിക്കിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വീഡിയോസ് ചെയ്യാറുണ്ട്. അപ്പം ഇതേ ടോപ്പിക്കിൽ നമ്മൾ വീണ്ടും വീഡിയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കമന്റ് ബോക്സിലും കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ താഴെ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും വേറെ വീഡിയോയുടെ ലിങ്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കാണുന്നതായിരിക്കും നല്ലത്, കാരണം അതായിരിക്കും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വീഡിയോ. അപ്പം ആദ്യം നിങ്ങളുടെ ബഡ്ജറ്റ് കുറവാണെന്നുണ്ടെങ്കിൽ 25,000 രൂപ പ്രൈസ് റേഞ്ചിൽ പോക്കോ F6 എന്നുള്ള സ്മാർട്ട് ഫോൺ നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. അപ്പം ഇതിൽ 6.6 ഇഞ്ചിന്റെ 1.5K റെസൊല്യൂഷനിൽ വരുന്ന അമുല ഡിസ്പ്ലേ ഒക്കെ വരുന്നുണ്ട്. 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എടുത്തു പറയേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ തന്നെ ഇതിൽ സ്നാപ്ഡ്രാഗൺ 8S Gen 3 എന്ന പ്രോസസ്സർ വരുന്നുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ബെസ്റ്റ് ആയിട്ടുള്ള പ്രോസസ്സറാണ്. പിന്നെ 50+8 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 20 മെഗാ പിക്സൽ സെൽഫി ക്യാമറയാണ് വരുന്നത്. 5000 mAh ബാറ്ററിയും 90 വാട്ടിന്റെ ഫാസ്റ്റ് സപ്പോർട്ട് ഒക്കെ വരുന്നുണ്ട്. ഈ ഒരു ഫോണ് 25,000 രൂപ പ്രൈസ് റേഞ്ചിൽ കൺസിഡർ ചെയ്യാം. പിന്നെ പോക്കോയുടെ ഭാഗത്ത് നിന്ന് 28,000 രൂപ പ്രൈസ് റേഞ്ചിൽ X7 Pro എന്നുള്ള സ്മാർട്ട് ഫോണും വരുന്നുണ്ട്. സെയിം ഡിസ്പ്ലേ ഫീച്ചേഴ്സ് തന്നെയാണ് വരുന്നത്. അതുപോലെ തന്നെ സെയിം ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. പക്ഷേ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള 6550 mAh ബാറ്ററി ഇതിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. പിന്നെ ഏകദേശം ഈ ഒരു ലെവലിൽ വരുന്ന MediaTek Dimensity 8400 Ultra എന്നുള്ള പ്രോസസ്സറും അതിൽ വരുന്നുണ്ട്. അപ്പം അതും കൺസിഡർ ചെയ്യാവുന്നതാണ്. പിന്നെ 25,000 രൂപ പ്രൈസ് റേഞ്ചിലോട്ടൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നത്തിങ് ഫോൺ 2A പ്ലസ് 25,000 രൂപയ്ക്ക് താഴെ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. 23,800 രൂപ പ്രൈസ് റേഞ്ചിൽ ഇപ്പം ഈ ഫോൺ അവൈലബിൾ ആണ്. അതും കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇപ്പം ഇതിലോട്ട് വരുമ്പോൾ 6.7 ഇഞ്ചിന്റെ ഫുൾ HD പ്ലസ് അമോലെഡ് ഡിസ്പ്ലേ ആണ് വരുന്നത്. 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. MediaTek Dimensity 7350 Pro എന്ന പ്രോസസ്സറാണ് വരുന്നത്. 50+50 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 50 മെഗാ പിക്സൽ സെൽഫി ക്യാമറ ഒക്കെ വരുന്നുണ്ട്. 5000 mAh ബാറ്ററിയും 50 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് ഒക്കെ വരുന്നുണ്ട്. പിന്നെ ഈ ഒരു ഫോൺ ഇപ്പം 23,800 രൂപ പ്രൈസ് റേഞ്ചിലായിട്ട് അവൈലബിൾ ആണ്. അതല്ല നിങ്ങൾക്ക് വിവോയുടെ അല്ലെങ്കിൽ ഐക്യൂടെ ഒരു ഫോണൊക്കെ വേണം എന്നുണ്ടെങ്കിൽ വിവോ T3 Pro അല്ലാന്നുണ്ടെങ്കിൽ ഐക്യു Z9S Pro എന്നീ ഫോണുകൾ 23,000 രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്നുണ്ട്. അത് കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഫുൾ HD റെസൊല്യൂഷനിൽ വരുന്ന അമോലെഡ് ഡിസ്പ്ലേ ഒക്കെ തന്നെയാണ് വരുന്നത്. പക്ഷേ ഇതിൽ എക്സ്ട്രാ ആയിട്ട് നമുക്ക് കർവ്ഡ് ഡിസ്പ്ലേ ലഭിക്കുന്നുണ്ട്. സ്നാപ്ഡ്രാഗൺ 7 Gen 3 എന്ന പ്രോസസ്സറാണ് വരുന്നത്. 50+8 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 16 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. 5500 mAh ബാറ്ററിയും 80 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് ഒക്കെ വരുന്നുണ്ട്. 23,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഇത് കൺസിഡർ ചെയ്യാം. ഇനി ഇതല്ലാന്നുണ്ടെങ്കിൽ 26,800 രൂപ പ്രൈസ് റേഞ്ചിൽ വിവോ V30 എന്നുള്ള സ്മാർട്ട് ഫോണും വരുന്നുണ്ട്. സെയിം ഡിസ്പ്ലേ ഫീച്ചേഴ്സ് തന്നെയാണ് വരുന്നത്. സെയിം പ്രോസസ്സറുമാണ് വരുന്നത്. പക്ഷേ ക്യാമറയിൽ 50+50+2 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. 50 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. ഇതിൽ 5000 mAh ബാറ്ററി വരുന്നുള്ളൂ. അപ്പം 26,800 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഫോൺ കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇനി അതല്ല നിങ്ങൾക്ക് റിയൽമിയുടെ ഒരു പെർഫോമൻസ് ഫോക്കസ്ഡ് ആയിട്ടുള്ള ഫോൺ വേണമെന്നുണ്ടെങ്കിൽ 26,900 രൂപ പ്രൈസ് റേഞ്ചിൽ റിയൽമി GT60 എന്നുള്ള സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. ഇതിൽ 1.5K റെസൊല്യൂഷനിൽ വരുന്ന അമോലെഡ് ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ കർവ്ഡ് ആയിട്ടുള്ള ഡിസ്പ്ലേ തന്നെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. സ്നാപ്ഡ്രാഗൺ 7+ Gen 3 എന്ന പ്രോസസ്സറൊക്കെ വരുന്നുണ്ട്. 50+8 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും പിന്നെ 32 മെഗാ പിക്സൽ സെൽഫി ക്യാമറ ഒക്കെ വരുന്നുണ്ട്. 5500 mAh ബാറ്ററിയും 120 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് ഒക്കെ വരുന്നുണ്ട്. 26,900 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഫോൺ കൺസിഡർ ചെയ്യാം. ഇനി ഇതെല്ലാം നിങ്ങൾക്ക് റിയൽമിയുടെ ക്യാമറ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു സ്മാർട്ട് ഫോണാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ റിയൽമി 14 Pro Plus എന്നുള്ള സ്മാർട്ട് ഫോൺ 27,500 രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്നുണ്ട്. അത് കൺസിഡർ ചെയ്യാം. ഇപ്പം ഏകദേശം സിമിലർ ആയിട്ടുള്ള ഡിസ്പ്ലേ ഫീച്ചേഴ്സ് തന്നെയാണ് വരുന്നത്. പക്ഷേ സ്നാപ്ഡ്രാഗൺ 7S Gen 3 എന്ന പ്രോസസ്സറേ കൊടുത്തിട്ടുള്ളൂ. എന്നാൽ ക്യാമറയിൽ 50+50+8 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് വരുന്നുണ്ട്. അപ്പം പെരിസ്കോപ്പ് ലെൻസ് അടക്കമുള്ള കാര്യങ്ങൾ ഇതിൽ വരുന്നുണ്ട്. ഫ്രണ്ടിൽ 32 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. പിന്നെ 6000 mAh ബാറ്ററിയും വരുന്നുണ്ട്. 80 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് ഇതിൽ വരുന്നുള്ളൂ. പിന്നെ ഹോണറിന്റെ ഒരു ഫോണൊക്കെ നിർബന്ധമായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഹോണർ 200 നോക്കാവുന്നതാണ്. ഹോണറിന്റെ ഫോൺ വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഇത് എടുത്താൽ മതി. ഇതിൽ 6.7 ഇഞ്ചിന്റെ 1.5K റെസൊല്യൂഷനിൽ വരുന്ന OLED ഡിസ്പ്ലേ ആണ് വരുന്നത്. സ്നാപ്ഡ്രാഗൺ 7 Gen 3 എന്ന പ്രോസസ്സർ കൊടുത്തിട്ടുണ്ട്. 50+50+12 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് വരുന്നുണ്ട്. അപ്പോൾ ടെലിഫോട്ടോ ലെൻസ് ഒക്കെ വരുന്നുണ്ട്. 50 മെഗാ പിക്സൽ സെൽഫി ക്യാമറ ആണ് കൊടുത്തിരിക്കുന്നത്. 5200 mAh ബാറ്ററിയും 100 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് ഒക്കെ വരുന്നുണ്ട്. 28,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഫോൺ കൺസിഡർ ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് 30,000 രൂപയ്ക്ക് താഴെ തന്നെ ഫോൾഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഡിസ്പ്ലേയുമായിട്ട് വരുന്ന ഫോൺ വേണമെന്നുണ്ടെങ്കിൽ ടെക്നോ ഫാൻറ്റം V Flip എന്ന ഒരു ഫോൾഡബിൾ ഫോൺ വരുന്നുണ്ട്. ഇത് ഫ്ലിപ്പബിൾ ഫോണാണ്. അപ്പം ഇതിൽ 6.9 ഇഞ്ചിന്റെ ഒരു ഫുൾ HD പ്ലസ് അമോലെഡ് ഡിസ്പ്ലേ വരുന്നുണ്ട്. ഇത് ഫോൾഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഡിസ്പ്ലേ ആണ്. 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ പുറത്ത് 1.32 ഇഞ്ചിന്റെ ഒരു ഡിസ്പ്ലേ വരുന്നുണ്ട്. MediaTek Dimensity 8050 എന്ന പ്രോസസ്സറാണ് വരുന്നത്. 64+13 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 32 മെഗാ പിക്സൽ സെൽഫി ക്യാമറ ആണ് വരുന്നത്. 4000 mAh ബാറ്ററി 45 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് ഒക്കെ വരുന്നുണ്ട്. 26,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഫോൺ കൺസിഡർ ചെയ്യാം. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇതുപോലെ ഒരു ഫ്ലിപ്പ് ഫോൺ വേണം എന്ന് നിർബന്ധമാണെന്നുണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ ഇത് സ്കിപ്പും ചെയ്യാവുന്നതാണ്.
പിന്നെ 30,000 രൂപ പ്രൈസ് റേഞ്ചിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ വൺ പ്ലസിൻ്റെ ഒരു ഫോൺ വേണമെന്നുണ്ടെങ്കിൽ വൺ പ്ലസ് നോഡ് 4 നോക്കാം. അപ്പം ഇതിൽ 1.5K റെസൊല്യൂഷനിൽ വരുന്ന AMOLED ഡിസ്പ്ലേ വരുന്നുണ്ട്. സ്നാപ്ഡ്രാഗൺ 7+ Gen 3 എന്ന പ്രോസസ്സർ കൊടുത്തിട്ടുണ്ട്. 50+8 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 16 മെഗാ പിക്സൽ സെൽഫി ക്യാമറ ഒക്കെ വരുന്നുണ്ട്. 5500 mAh ബാറ്ററി, 100 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. 30,000 രൂപ പ്രൈസ് റേഞ്ചിലാണ് ഈ ഫോൺ വരുന്നത്. ഇനി അതല്ല, നിങ്ങൾക്ക് ഓപ്പോയുടെ ഒരു ഫോൺ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വേണമെന്നുണ്ടെങ്കിൽ ഓപ്പോ റെനോ 11 Pro എന്നുള്ള സ്മാർട്ട് ഫോൺ 30,000 രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്നുണ്ട്. അപ്പം ഇതിൽ ഫുൾ HD റെസൊല്യൂഷൻ വരുന്ന AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. കർവ്ഡ് ആയിട്ടുള്ള ഡിസ്പ്ലേ ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ MediaTek Dimensity 8200 എന്നുള്ള പ്രോസസ്സറാണ് വരുന്നത്. 50+32+8 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും 32 മെഗാ പിക്സൽ സെൽഫി ക്യാമറ ഒക്കെ വരുന്നുണ്ട്. 4600 mAh ബാറ്ററിയും 80 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടൊക്കെയാണ് വരുന്നത്. 30,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഫോൺ അവൈലബിൾ ആണ്. അതല്ല എന്നുണ്ടെങ്കിൽ വിവോയുടെ ഒരു ഫോൺ വേണമെന്നുണ്ടെങ്കിൽ വിവോ T3 Ultra എന്നുള്ള സ്മാർട്ട് ഫോൺ കൺസിഡർ ചെയ്യാം. അപ്പം ഇതിൽ 1.5K റെസൊല്യൂഷനിൽ വരുന്ന AMOLED ഡിസ്പ്ലേയും കർവ്ഡ് ഡിസ്പ്ലേയും 120 Hz റിഫ്രഷ് റേറ്റ് ഒക്കെ വരുന്നുണ്ട്. പിന്നെ MediaTek Dimensity 9200+ എന്ന പ്രോസസ്സർ തന്നെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. 50+8 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 50 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. 5500 mAh ബാറ്ററിയും 80 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടൊക്കെയാണ് വരുന്നത്. 30,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഫോൺ കൺസിഡർ ചെയ്യാം. അപ്പം ഇതൊക്കെയാണ് 30,000 രൂപയ്ക്ക് താഴെ ഇപ്പോൾ കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള മികച്ച ചില ഫോണുകൾ. അപ്പം ഇതിൽ ഞാനേതൊരു ഫോണുകൾ വിട്ടുപോയിട്ടുണ്ടോ എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതിൽ നിങ്ങൾ ഏത് ഫോൺ സെലക്ട് ചെയ്യും എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പം എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം പറയുകയാണെന്നുണ്ടെങ്കിൽ ബഡ്ജറ്റ് കുറവാണെന്നുണ്ടെങ്കിൽ ഞാൻ നത്തിങ് ഫോൺ 2A Plus സെലക്ട് ചെയ്തേക്കാം. അല്ലാന്നുണ്ടെങ്കിൽ പെർഫോമൻസ് വേണമെന്നുണ്ടെങ്കിൽ പോക്കോ F6 സെലക്ട് ചെയ്തേക്കാം. ബഡ്ജറ്റ് കുറച്ചും കൂടി കൂട്ടാം എന്നുണ്ടെങ്കിൽ ഞാൻ ചിലപ്പം വിവോ T3 Ultra എടുത്തേക്കാം. അതുപോലെ തന്നെ പോക്കോ X7 Proയും ചിലപ്പം സെലക്ട് ചെയ്തേക്കാം. ക്യാമറ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഫോണുകളാണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ ഓപ്പോ റെനോ 11 Pro അല്ലാന്നുണ്ടെങ്കിൽ Realme 14 Pro Plus ഒക്കെ ഞാൻ സെലക്ട് ചെയ്തേക്കാം. പിന്നെ ചിലപ്പം Realme GT60 എന്ന സ്മാർട്ട് ഫോൺ സെലക്ട് ചെയ്തേക്കാം. അപ്പം ഇതാണ് എൻ്റെ ഒരു പേഴ്സണൽ ലിസ്റ്റ്. ഇതുപോലെ നിങ്ങൾക്കും ഒരു ലിസ്റ്റ് ഉണ്ടാവും. നിങ്ങളുടെ ലിസ്റ്റും കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.